നഗരത്തിനു മുകളിൽ ആകാശം ഒരു ഇരുണ്ട നീല കമ്പിളി പോലെ താഴ്ന്നു കിടന്നു. തിരക്കുകൾ ഒഴിഞ്ഞ തെരുവുകളിൽ വിജനതയുടെ നേർത്ത മൂളക്കം മാത്രം. ഈ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഗോൾഡൻ ട്രസ്റ്റ് ബാങ്കിന്റെ ശാഖയ്ക്ക് മുകളിൽ ഒരു ഭീമാകാരമായ നിയോൺ ക്ലോക്ക് സമയം 2 എന്ന് അടയാളപ്പെടുത്തി. വെറുമൊരു ബാങ്കായിരുന്നില്ല അത്. സിറ്റിയിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും ശക്തമായ നിലവറയുള്ളതുമായ സ്ഥാപനം. ഇരുമ്പ് വാതിലുകളും കട്ടിയുള്ള കോൺക്രീറ്റും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നൂതന സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഒരു കോട്ട. പുറത്ത് മഴയുടെ നേരിയ ചാറ്റൽ തുടങ്ങി. ബാങ്കിന്റെ കനത്ത ഗ്ലാസ് വാതിലുകൾക്കപ്പുറം നിലവറയ്ക്ക് കാവലിരിക്കുന്ന പ്രധാന ഓഫീസർ രവീന്ദ്രൻ പതിവ് റൗണ്ടുകൾ കഴിഞ്ഞ് കസേരയിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് സെക്യൂരിറ്റി കൺട്രോൾ പാനലിലെ ഒരു ചുവന്ന വെളിച്ചം മിന്നുന്നത്. നിലവറയുടെ പ്രധാന വാതിൽ തുറന്നു. രവീന്ദ്രൻ ഞെട്ടി. അലാറം മുഴങ്ങാതെ, ഒരു ശബ്ദവുമില്ലാതെ നിലവറ സ്വയം തുറന്നിരിക്കുന്നു. ഉടൻ തന്നെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കോൾ പോയി. കൺട്രോൾ റൂം ഈ വിവരം കൈമാറിയത് സീനിയർ ഡിറ്റക്റ്റീവ് ഓഫീസറായ സഞ്ജയ് മേനോന് വേണ്ടിയായിരുന്നു. 20ഓളം കേസുകൾ ചുരുളഴിച്ചതിലൂടെ നിശബ്ദനായ വേട്ടക്കാരൻ എന്ന വിളിപ്പേര് നേടിയ മൂർച്ചയുള്ള ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥൻ. സഞ്ജയ് ബാങ്കിലെത്തിയപ്പോൾ രവീന്ദ്രനും മറ്റു 2 സുരക്ഷാ ജീവനക്കാരും പരിഭ്രാന്തരായി നിൽക്കുകയായിരുന്നു. അകത്തേക്ക് കടക്കുമ്പോൾ സഞ്ജയ് ചുറ്റും നോക്കി. ഒരു ഒടിവോ ഒരു ബലപ്രയോഗമോ നടന്നതിന്റെ യാതൊരു ലക്ഷണവുമില്ല. എൻട്രൻസ് മുതൽ നിലവറയുടെ വാതിൽ വരെ ഒരു കേടുപാടുമില്ല. സിസിവി ഫൂട്ടേജിൽ ആരെയും കാണുന്നില്ല, രവീന്ദ്രൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. സഞ്ജയ് നിലവറയിലേക്ക് നടന്നു. കട്ടിയുള്ള ഉരുക്കിൽ തീർത്ത വൃത്താകൃതിയിലുള്ള വാതിൽ മൃദുവായി തുറന്നു കിടക്കുന്നു. സാധാരണയായി ഈ വാതിൽ തുറക്കാൻ 2 കീകൾ, ഒരു കോമ്പിനേഷൻ കോഡ്, കൂടാതെ ബയോമെട്രിക് സ്കാൻ എന്നിവ ആവശ്യമാണ്. നിലവറയിലേക്ക് പ്രവേശിച്ചപ്പോൾ തണുത്ത ഒരു അന്തരീക്ഷം സഞ്ജയ് അനുഭവിച്ചു. അമൂല്യ വസ്തുക്കളും പണവും സൂക്ഷിച്ചിരുന്ന റാക്കുകളെല്ലാം പൂർണ്ണമായും സുരക്ഷിതം. ഒരൊറ്റ കവർച്ചയും നടന്നിട്ടില്ല. എവിടെയും ഒരു നഷ്ടവുമില്ല സാർ. പരിശോധനയ്ക്ക് ശേഷം രവീന്ദ്രൻ ആശ്വസിച്ചു. എങ്കിൽ പിന്നെ ഈ വാതിൽ എന്തിനാണ് തുറന്നത്? സഞ്ജയ് ചോദിച്ചു. അയാളുടെ ശ്രദ്ധ നിലവറയുടെ മധ്യഭാഗത്തുള്ള ഒരു വലിയ മേശപ്പുറത്തേക്ക് പോയി. അവിടെ വളരെ ശ്രദ്ധയോടെ ഒതുക്കി വെച്ചിട്ടുള്ള ഒരു കറുത്ത തുകൽ ബ്രീഫ് കേസ്. അതിനടുത്ത് തിളങ്ങുന്ന വെളുത്ത കടലാസിൽ കൈകൊണ്ട് എഴുതിയ ഒരു കുറിപ്പ്. സഞ്ജയ് ബ്രീഫ് കേസിനടുത്ത് എത്തി. കുറിപ്പ് കയ്യിലെടുത്തു. അതിലെഴുതിയ വരികൾ അയാളെ സ്തബ്ധനാക്കി. ഇത് ഒരു തുടക്കം മാത്രം. നിധി നിങ്ങൾ കരുതുന്നതുപോലെ നിലവറയിലല്ല, അത് വെളിച്ചത്തിൽ വളരെ അടുത്ത്. ഞാൻ ഇപ്പോൾ ഇവിടെയുണ്ട്. എന്നെ നോക്കൂ. സഞ്ജയ് തലയുയർത്തി മുറിയുടെ മറ്റേ മൂലയിലേക്ക് കണ്ണെത്തിച്ചു. അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. നിലവറയുടെ കട്ടിയുള്ള കോൺക്രീറ്റ് ഭിത്തിയിൽ ഏകദേശം 8 അടി ഉയരത്തിൽ ഒരു വലിയ ചോരപ്പാട്. അയാളും രവീന്ദ്രനും അങ്ങോട്ട് നടന്നു. ചോരപ്പാട് അധികം പരന്നിട്ടില്ല. രക്തത്തിൽ ആരോ തന്റെ വിരൽ മുക്കി ഭിത്തിയിൽ ഒരു ചിത്രം വരച്ചിരിക്കുന്നു. ചിത്രം വ്യക്തമായിരുന്നു. ഒരാളുടെ മുഖം പേടിപ്പെടുത്തുന്ന ചിരിയോടെ. അയാൾ ആ ചിരി ശ്രദ്ധിച്ചു. അസാധാരണമാംവിധം സന്തുഷ്ടമായ ഒരു ചിരി. ആരുടെയെങ്കിലും രക്തമാണോ ഇത്? ഇവിടെ എവിടെയെങ്കിലും മൃതദേഹമുണ്ടോ? രവീന്ദ്രൻ പരിഭ്രാന്തനായി ചോദിച്ചു. ഇല്ല, സഞ്ജയ് പറഞ്ഞു. ഒരു മൃതദേഹം ഇവിടെയില്ല. ഇവിടെ ഒരൊറ്റ കവർച്ചയും നടന്നിട്ടില്ല, ഒരു കൊലപാതകവും നടന്നിട്ടില്ല. അയാൾ തന്റെ കണ്ണുകൾ വീണ്ടും ഭിത്തിയിലെ ചിരിയിലേക്ക് തിരിച്ചു. പക്ഷേ ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ ഈ നിലവറയ്ക്കുള്ളിൽ വെച്ച് മരിച്ചു. സഞ്ജയ് മേശപ്പുറത്തേക്ക് തിരിഞ്ഞു. ബ്രീഫ് കേസ് തുറക്കാൻ ശ്രമിച്ചു. അത് ലോക്ക് ചെയ്തിരുന്നു. അതിന്റെ ലോക്കിന് മുകളിൽ ഒട്ടിച്ചിരുന്ന ഒരു ചെറിയ സ്റ്റിക്കറിൽ ഒരു വാക്ക് മാത്രം: താക്കോൽ. ഒരു കവർച്ച നടന്നിട്ടില്ല, ഒരു മൃതദേഹമില്ല. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നിലവറയിൽ ഒരു രക്തരേഖയും ഒരു നിഗൂഢ ചിരിയും ഒരു താക്കോലിനായുള്ള സന്ദേശവും മാത്രം. സഞ്ജയ് മേനോന്റെ ഉള്ളിൽ ഒരു തണുപ്പ് പടർന്നു. ഒരു സാധാരണ കേസ് ആയിരുന്നില്ല ഇത്. ഇത് ആസൂത്രണം ചെയ്ത ഒരു കളിയാണ്. ടീമിനെ വിളിക്കൂ. ഈ ബാങ്കിന്റെ എല്ലാ ഭാഗങ്ങളും അരിച്ചുപെറുക്കണം. ഈ ബ്രീഫ് കേസിന്റെ താക്കോലാണ് നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം. സഞ്ജയ് ഉത്തരവിട്ടു. പുറത്ത് മഴ കനത്തു. നിലവറയ്ക്കുള്ളിൽ
ചോര കൊണ്ട് വരച്ച ആ ചിരി വിജയം നേടിയ ഒരു കലാകാരനെ പോലെ സഞ്ജയെ നോക്കി. സഞ്ജയ് നിലവറയിൽ നിന്ന് പുറത്തുവന്നപ്പോൾ ബാങ്കിലെ അന്തരീക്ഷം ആകാംക്ഷയുടേതായിരുന്നു. ഫോറൻസിക് ടീം നിലവറയ്ക്കുള്ളിലെ ഓരോ ഇഞ്ചും സൂക്ഷ്മമായി പരിശോധിച്ചു. ചോരപ്പാട് ഒരു പുരുഷന്റെ എ പോസിറ്റീവ് രക്തമാണെന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചു. സാർ, നിലവറയിലേക്ക് ആർക്കും പുറത്തുനിന്ന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇലക്ട്രോണിക് ലോക്കുകളിലും ബയോമെട്രിക് സിസ്റ്റത്തിലും ഒരു തകരാറും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ടെക്നിക്കൽ എക്സ്പേർട്ട് അറിയിച്ചു. എന്നാൽ വാതിൽ തുറന്നതെങ്ങനെ? അലാറം മുഴങ്ങാത്തതെന്തുകൊണ്ട്? സഞ്ജയ് ചോദിച്ചു. അത് ഒരുപക്ഷേ അകത്തു നിന്നുള്ള ഒരാൾക്ക് മാത്രമേ ഇത് സാധ്യമാവൂ. ജീവനക്കാരിൽ ആരെങ്കിലും? സഞ്ജയ് രവീന്ദ്രനെ നോക്കി. ഈ ബാങ്കിന്റെ ഏറ്റവും സുരക്ഷിതമായ രഹസ്യ ലോക്കറിന്റെ താക്കോൽ ആരുടെ പക്കലാണ്? പ്രധാന ശാഖാ മാനേജർ ശ്രീ വിശ്വനാഥ മേനോൻ. കൂടാതെ എമർജൻസി താക്കോലുകളുടെ ഒരു കോപ്പി ബാങ്കിന്റെ CEO-യുടെ കൈവശവും ഉണ്ടാകും, രവീന്ദ്രൻ വിശദീകരിച്ചു. വിശ്വനാഥ മേനോൻ ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം ഇന്നലെ രാത്രി 10 മണിയോടെ ഒരു കുടുംബ ചടങ്ങിനായി സിറ്റിക്ക് പുറത്തേക്ക് പോയെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. സഞ്ജയ് ഉടൻ തന്നെ തന്റെ ടീമിലെ കോൺസ്റ്റബിൾ പ്രസാദിനോട് വിശ്വനാഥ മേനോന്റെ വീട് ഉടൻ സീൽ ചെയ്യാനും പരിശോധിക്കാനും ഉത്തരവിട്ടു. നിലവറയ്ക്കുള്ളിലെ മേശപ്പുറത്ത് വെച്ചിരുന്ന കറുത്ത ബ്രീഫ് കേസിലേക്ക് സഞ്ജയ് വീണ്ടും ശ്രദ്ധ തിരിച്ചു. തുകൽ ബ്രീഫ് കേസിൽ മനോഹരമായി കൊത്തിവെച്ച ഒരു ചെറിയ ചിഹ്നം, ഒരു തുറന്ന കണ്ണ്, അതിനുള്ളിൽ ഒരു ചെറിയ വജ്രം. ഇതൊരു സാധാരണ ബ്രീഫ് കേസല്ല, ഇതിന്റെ ലോക്ക് മെക്കാനിസം വളരെ സങ്കീർണമാണ്. ബലം പ്രയോഗിച്ച് തുറന്നാൽ അകത്തുള്ളതെല്ലാം നശിച്ചുപോയേക്കാം, ഫോറൻസിക് ഓഫീസർ പറഞ്ഞു. കുറിപ്പിലെ വാചകം സഞ്ജയ് ഓർത്തു. അത് വെളിച്ചത്തിൽ വളരെ അടുത്ത്. താക്കോൽ നിലവറയ്ക്ക് പുറത്ത് വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചിരിക്കണം. ബാങ്കിന്റെ എല്ലാ ഭാഗങ്ങളും അരിച്ചുപെറുക്കാൻ സഞ്ജയ് ഉത്തരവിട്ടു. പെട്ടെന്ന് പ്രധാന കൗണ്ടറിന് സമീപത്തുണ്ടായിരുന്ന പ്രസാദിന്റെ ശബ്ദം കേട്ടു. സാർ, ഇവിടെ ഒരു വസ്തു. സഞ്ജയ് അങ്ങോട്ട് ചെന്നു. പ്രധാന കൗണ്ടറിന്റെ മുകളിലുള്ള വലിയ സ്ഫടിക വിളക്ക് ആണ് പ്രസാദ് ചൂണ്ടിക്കാട്ടിയത്. വിളക്കിന്റെ അരികുകളിലായി നൂലിനാൽ കെട്ടിത്തൂക്കിയ നിലയിൽ ഒരു ചെറിയ വസ്തു തിളങ്ങുന്നു. അതിശക്തമായ വെളിച്ചത്തിൽ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ വളരെ ബുദ്ധിപരമായി ഒളിപ്പിച്ച ഒരു പഴയ വെള്ളിയോല അതാണെന്ന് സഞ്ജയ് തിരിച്ചറിഞ്ഞു. സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സഞ്ജയ് ആ വെള്ളിയോല താഴെ ഇറക്കി. അത് ഒരു കീചെയിൻ പോലെ തോന്നിച്ചു. അതിന്റെ ഒരറ്റത്ത് ഒരു ലോഹ വളയം, വളയത്തിൽ കോർത്ത 2 കീകൾ. ഇതായിരുന്നു ബ്രീഫ് കേസിന്റെ താക്കോൽ. എന്നാൽ ആ ഓലയിൽ കൈകൊണ്ട് തുളച്ചെടുത്ത ചില അക്ഷരങ്ങൾ സഞ്ജയ് ശ്രദ്ധിച്ചു. RIP. സഞ്ജയ് തിരികെ നിലവറയിലെത്തി. വിറയ്ക്കുന്ന കൈകളോടെ ബ്രീഫ് കേസ് തുറക്കാൻ ശ്രമിച്ചു. ഒരു കീ ലോക്കിൽ കയറ്റി തിരിച്ചു. രണ്ടാമത്തെ കീ അടുത്ത ലോക്കിലും. ക്ലിക്ക്. ലോക്ക് തുറന്നു. അവൻ ബ്രീഫ് കേസ് മെല്ലെ തുറന്നു. ഉള്ളിൽ ഉണ്ടായിരുന്നത് പണമോ രഹസ്യരേഖകളോ ആയിരുന്നില്ല. ഒറ്റപ്പെട്ട ഒരൊറ്റ വസ്തു മാത്രം, ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സാധാരണ പഴയ മൊബൈൽ ഫോൺ. അതിന്റെ സ്ക്രീൻ പ്രകാശിച്ചു. ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപരിചിതമായ ഒരു നമ്പർ. സഞ്ജയ് ഫോൺ അറ്റൻഡ് ചെയ്തു. അങ്ങേത്തലയ്ക്കൽ കേട്ട ശബ്ദം. വളരെ ശാന്തവും എന്നാൽ വന്യവുമായ ഒരു ചിരി. മിസ്റ്റർ സഞ്ജയ് മേനോൻ, താങ്കൾ എന്റെ ആദ്യത്തെ സൂചന കണ്ടെത്തി. പക്ഷേ താക്കോൽ എന്റേതായിരുന്നു. ഈ കളിയും എന്റേതാണ്. നിങ്ങൾ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ആ ഫോൺ ഉടൻ തന്നെ പൊട്ടിത്തെറിക്കും. താങ്കളുടെ സമയം 5 മിനിറ്റ്. സഞ്ജയ് ഞെട്ടലോടെ ഫോൺ താഴെയിട്ടു. നിലവറയ്ക്കുള്ളിൽ ചോര കൊണ്ട് വരച്ച ചിരി കൂടുതൽ ഭീകരമായി അവനെ നോക്കി. ഒരു ടൈം ബോംബിന്റെ കൗണ്ടർ ടിക്കർ. അയാൾക്ക് 5 മിനിറ്റ് മാത്രം. നിലവറയ്ക്കുള്ളിൽ ഈ അപ്രതീക്ഷിത വെല്ലുവിളിയെ സഞ്ജയ് എങ്ങനെ നേരിടും? മൊബൈൽ ഫോൺ ആരാണ് വെച്ചത്? സഞ്ജയുടെ തലച്ചോറ് ഒരു സെക്കൻഡിൽ 1000 കാര്യങ്ങൾ കണക്കുകൂട്ടി. നിലവറയ്ക്കുള്ളിൽ മുന്നിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ ഒരു ടൈം ബോംബാണ്. പുറത്തേക്ക് ഓടാൻ ഒരു നിമിഷം മാത്രമേ വേണ്ടൂ, പക്ഷേ ഈ മുറി ഒരു ഉരുക്കുപെട്ടിയാണ്. സ്ഫോടനം സംഭവിച്ചാൽ ബാങ്കിന്റെ നിലവറ മാത്രമല്ല, കെട്ടിടത്തിന്റെ പ്രധാന ഭാഗം തന്നെ തകരും. കൂടെ പുറത്തു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ജീവനക്കാരുടെയും ജീവനും അപകടത്തിലാകും. എല്ലാവരും പുറത്തേക്ക് മാറുക. ഉടൻ. നിലവറയുടെ വാതിൽ അടയ്ക്കാൻ ഞാൻ ശ്രമിക്കാം, സഞ്ജയ് അലറി.
സഞ്ജയുടെ നിർദ്ദേശം കേട്ട് പുറത്തുണ്ടായിരുന്ന രവീന്ദ്രനും മറ്റു ഉദ്യോഗസ്ഥരും പരിഭ്രാന്തരായി ബാങ്കിന്റെ പ്രധാന കവാടത്തിലേക്ക് ഓടി. ടൈമർ 4 മിനിറ്റ് 15 സെക്കൻഡ്. ആ മൊബൈൽ ഫോണിനെ എങ്ങോട്ടെങ്കിലും മാറ്റണം. നിലവറയുടെ കനത്ത ഭിത്തികൾക്ക് മാത്രമേ സ്ഫോടനത്തെ താങ്ങാൻ കഴിയൂ. സഞ്ജയ് നിലവറയുടെ വാതിൽ അടയ്ക്കാൻ ശ്രമിച്ചു. വൃത്താകൃതിയിലുള്ള ഭീമാകാരമായ വാതിൽ കറക്കി അടയ്ക്കാൻ കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും വേണം. ടൈമർ 3 മിനിറ്റ് 40 സെക്കൻഡ്. വാതിൽ പകുതി അടഞ്ഞപ്പോൾ സഞ്ജയ് ഒരു നിമിഷം നിന്നു. ഫോൺ ഇപ്പോഴും മേശപ്പുറത്ത് കിടന്നു മിന്നുന്നു. മൊബൈൽ ഫോൺ ബോംബാണെങ്കിൽ ഒരു മെറ്റൽ ഡിറ്റക്ടറിനും സിഗ്നലിനും അതിന്റെ പ്രവർത്തനം തടയാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു വിദഗ്ധന്റെ പണിയാണ്. അയാൾ പെട്ടെന്ന് മേശപ്പുറത്ത് നിന്ന് ബ്രീഫ് കേസ് കയ്യിലെടുത്തു. അകത്ത് മൊബൈൽ ഫോൺ. അതിനെ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റണം. നിലവറയിലെ കറൻസി സൂക്ഷിക്കുന്ന ഭീമൻ സേഫ് ബോക്സുകളിൽ ഒന്നിന്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും കട്ടിയേറിയ ഉരുക്കിൽ നിർമ്മിച്ച ആ ബോക്സിനുള്ളിൽ ബോംബ് വെച്ചാൽ അതിന്റെ ആഘാതം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ടൈമർ 2 മിനിറ്റ് 50 സെക്കൻഡ്. സഞ്ജയ് ബ്രീഫ് കേസുമായി സേഫ് ബോക്സിനടുത്തേക്ക് കുതിച്ചു. എന്നാൽ ആ നിമിഷം ഫോൺ സ്ക്രീനിൽ ഒരു വീഡിയോ കോൾ വന്നു. വീണ്ടും ആ അപരിചിതമായ നമ്പർ. വിളക്ക് എടുക്കാൻ അയാൾക്ക് സമയമില്ലായിരുന്നു. കാൾ അറ്റൻഡ് ചെയ്താൽ ടൈമർ നിൽക്കുമോ? അതോ ഒരു ട്രിക്കാണോ? അയാളുടെ ഉള്ളിലെ ഡിറ്റക്റ്റീവ് മുന്നറിയിപ്പ് നൽകി, ഈ കൊലയാളി കളിക്കാരൻ തന്റെ എല്ലാ നീക്കങ്ങളെയും മുന്നിൽ കണ്ടിരിക്കുന്നു. സഞ്ജയ് വിളി അവഗണിച്ചു. ടൈമർ 1 മിനിറ്റ് 30 സെക്കൻഡ്. നിലവറയുടെ പ്രധാന വാതിൽ പൂർണ്ണമായി അടയ്ക്കാൻ ഇനി സാധിക്കില്ല. അയാൾ പിന്നിലേക്ക് മാറി തന്റെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ എടുത്ത് പകുതി തുറന്ന വാതിലിൽ ശക്തിയായി പിടിച്ചു. വാതിലിന്റെ ഉരുക്ക് പ്രതലത്തിലൂടെ ഒരു നേർത്ത പ്രകമ്പനം കടന്നുപോയി. ടൈമർ 15 സെക്കൻഡ്. 10, 9, 8. സഞ്ജയ് കണ്ണുകൾ അടച്ചു. ബൂം! ഒരു ശക്തമായ ആഘാതം. കാതടപ്പിക്കുന്ന ശബ്ദം. നിലവറയ്ക്കുള്ളിൽ നിന്നും കട്ടിയുള്ള പുക ഉയർന്നു. സഞ്ജയുടെ ശരീരത്തിലൂടെ ഒരു വേദന തരംഗം കടന്നുപോയി. ഒരു നിമിഷത്തെ നിശബ്ദയ്ക്ക് ശേഷം സഞ്ജയ് പതിയെ കണ്ണു തുറന്നു. അവന്റെ ചെവിയിൽ മൂളലായിരുന്നു. എങ്കിലും അവൻ പൂർണ്ണമായും സുരക്ഷിതനായിരുന്നു. കനത്ത വാതിലുകളും സേഫ് ബോക്സുകളുടെ ഉരുക്കും സ്ഫോടനത്തിന്റെ ആഘാതം പൂർണ്ണമായും തടഞ്ഞു. സഞ്ജയ് ചുമച്ചുകൊണ്ട് നിലവറയുടെ വാതിൽ തുറന്നു. പുറത്ത് പരിഭ്രാന്തരായ ഉദ്യോഗസ്ഥർ ഓടിക്കൂടി. സാർ, താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രവീന്ദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ ഓകെയാണ്. ഒരു ചെറിയ പുകമറ മാത്രം. അവർ സേഫ് ബോക്സ് തുറന്നു. മൊബൈൽ ഫോൺ ചിന്നിച്ചിതറി കിടക്കുന്നു. എന്നാൽ അതിനിടയിൽ ഒരു വസ്തു സഞ്ജയുടെ ശ്രദ്ധയിൽപ്പെട്ടു. സ്ഫോടനത്തിൽ ചിതറിത്തെറിക്കാത്ത പഴയ തുണി കൊണ്ടുള്ള ഒരു ചെറിയ സഞ്ചാരം. അതിനുള്ളിൽ ഒരു ചിഹ്നം കൊത്തിവെച്ച പിച്ചള കൊണ്ടുള്ള ഒരു ലോക്കറ്റ്. ആ ചിഹ്നം ബ്രീഫ് കേസിൽ കണ്ട തുറന്ന കണ്ണിന്റെ രൂപം തന്നെയായിരുന്നു. കൂടാതെ സഞ്ജയിൽ ചുരുട്ടിവെച്ച ഒരു ചെറിയ കടലാസ് കൂടി ഉണ്ടായിരുന്നു. സഞ്ജയ് അത് നിവർത്തി. അതിൽ മൂർച്ചയുള്ള കൈയക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു: 1-ാം രാഗം കഴിഞ്ഞു. ഇനി അടുത്തത്. എന്നെ കണ്ടെത്തണമെങ്കിൽ എന്റെ രഹസ്യം സൂക്ഷിക്കുന്നവരെ അന്വേഷിക്കുക. എന്റെ രക്തം എവിടെയാണോ അവിടെ എന്റെ ഓർമ്മയുണ്ട്. അടുത്ത സ്ഥലം ടൗൺ ഹാളിലെ ക്ലോക്ക് ടവർ. സഞ്ജയ് ചിഹ്നമുള്ള ലോക്കറ്റിലേക്ക് നോക്കി. ഈ ലോക്കറ്റ് ഒരു സൂചനയാണ്, ഒരു അടയാളമാണ്. എന്റെ രക്തം എവിടെയാണോ അവിടെ എന്റെ ഓർമ്മയുണ്ട് എന്ന വാചകം നിലവറയിലെ ചോരപ്പാടിനെ ഓർമ്മിപ്പിച്ചു. ആ ചോര ആരുടേതാണ്? ജീവനോടെയിരിക്കുന്ന ഒരാളുടേതോ അതോ? സഞ്ജയ് ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ടൗൺ ഹാളിലേക്ക് പോകുന്നു. പ്രസാദ്, നീ ഒരു ടീമിനെയുമായി അവിടേക്ക് പുറപ്പെടുക. ഫോറൻസിക് ടീമിനോട് ചോരപ്പാട് ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പറയുക. നിലവറയുടെ ഭിത്തിയിലെ ചോരയിൽ വരച്ച ചിരി ഭീകരമായ സന്തോഷത്തോടെ സഞ്ജയ് യാത്രയാക്കി. ടൗൺ ഹാളിലെ ക്ലോക്ക് ടവറിൽ സഞ്ജയ് കാത്തിരിക്കുന്നത് എന്തായിരിക്കും? ആരാണ് ഈ നിഗൂഢമായ കളി കളിക്കുന്നത്? സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള ടൗൺ ഹാൾ ക്ലോക്ക് ടവറിന് ചുറ്റും മങ്ങിയ പ്രകാശമുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ കെട്ടിടം നഗരത്തിന്റെ നിശബ്ദമായ കാവൽക്കാരനെപ്പോലെ ഇരുട്ടിൽ തലയുയർത്തി നിന്നു. സഞ്ജയ് ടവറിനടുത്തെത്തിയപ്പോൾ സമയം 2:30 AM. പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ടവറിന്റെ പ്രധാന കവാടം വളഞ്ഞു.
കെട്ടിടത്തിന്റെ പ്രവേശന കവാടം ഭദ്രമായി പൂട്ടിക്കിടക്കുകയായിരുന്നു. സാർ, ലോക്ക് തകർന്നിട്ടില്ല, പുറത്ത് ഒരു ബലപ്രയോഗത്തിന്റെ ലക്ഷണവുമില്ല, പ്രസാദ് അറിയിച്ചു. നിഗൂഢനായ ഈ കളിക്കാരൻ എപ്പോഴും താക്കോലുകളാണ് ഉപയോഗിക്കുന്നത്. ലോക്കുകൾ തകർക്കുന്നതിൽ അയാൾക്ക് താൽപര്യമില്ല, സഞ്ജയ് പറഞ്ഞു. അയാൾ ക്ലോക്ക് ടവറിന്റെ കവാടത്തിന് ചുറ്റും നടന്നു. ഉയരമുള്ള ഇരുണ്ട തടികൊണ്ടുള്ള വാതിലിന് മുകളിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരിടത്ത് ഒരു ചെറിയ മഷിപ്പാട് സഞ്ജയ് കണ്ടെത്തി. സാധാരണ മഷിപ്പാടിനേക്കാൾ കറുത്ത നേർത്ത ഒരടയാളം. സഞ്ജയ് സൂക്ഷ്മമായി പരിശോധിച്ചു. അത് ഒരു തൂവൽ കൊണ്ട് വരച്ച അടയാളമായിരുന്നു. അതിലൂടെ ഒരു ചെറിയ ലോഹവസ്തു തിരുകിയിരിക്കുന്നു. അത് ബാങ്ക് നിലവറയിൽ നിന്ന് കിട്ടിയ തുറന്ന കണ്ണിന്റെ ചിഹ്നമുള്ള പിച്ചള ലോക്കറ്റ് ആയിരുന്നു. ഇതാണ് അടുത്ത സൂചന. സഞ്ജയ് അത് കയ്യിലെടുത്തു. ലോക്കറ്റിൽ ഒരു നൂൽക്കമ്പി ബന്ധിപ്പിച്ചിരുന്നു. അത് വാതിലിന്റെ ഉള്ളിലേക്ക് നീളുന്നു. സഞ്ജയ് മെല്ലെ നൂൽക്കമ്പി വലിച്ചു. വാതിലിന്റെ മുകളിൽ ഒളിച്ചുവെച്ച ഒരു ചെറിയ താക്കോൽ നൂലിനൊപ്പം താഴേക്ക് വന്നു. ആ താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നു. അകത്ത് ഭീകരമായ നിശബ്ദത. പഴയ തടികൊണ്ടുള്ള ഗോവണികൾ മുകളിലേക്ക് നീളുന്നു. ഓരോ പടിക്കും ഒരു ചരിത്രത്തിന്റെ ശബ്ദം. സഞ്ജയ് ലൈറ്റ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരുന്നു. മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ അവർ മുകളിലേക്ക് നടന്നു. ക്ലോക്ക് ടവറിന്റെ ഏറ്റവും മുകളിലെ നില. ഭീമാകാരമായ ക്ലോക്കിന്റെ യന്ത്രഭാഗങ്ങൾ നിറഞ്ഞ സ്ഥലം. വലിയ ഗിയറുകളും ചക്രങ്ങളും നിശ്ചലമായി കിടക്കുന്നു. സഞ്ജയ് അങ്ങോട്ട് നടന്നു. ക്ലോക്ക് ടവറിന്റെ കിഴക്കേ ജനലിന് മുന്നിൽ ഒരു രൂപം. അവിടെ ഒരാൾ കസേരയിലിരിക്കുന്നു. തല ക്ലോക്കിന്റെ പ്രധാന ഡയലിലേക്ക് ചാരിവച്ചിരിക്കുന്നു. നിശ്ചലമായ രൂപം. സൂക്ഷിക്കുക, പ്രസാദ് വിറയലോടെ പറഞ്ഞു. സഞ്ജയ് പതിയെ ആ രൂപത്തിനടുത്തേക്ക് ചെന്നു. അത് മറ്റാരുമായിരുന്നില്ല, കഴിഞ്ഞ ദിവസം രാത്രി സിറ്റി വിട്ടുപോയെന്ന് വിശ്വസിച്ചിരുന്ന ബാങ്ക് മാനേജർ വിശ്വനാഥ മേനോൻ. അയാളുടെ വലത് കൈയിലെ ഞരമ്പുകൾ മുറിച്ച് ചോര വാർന്നു പോയിരുന്നു. നിലവറയിൽ കണ്ട എ പോസിറ്റീവ് ഗ്രൂപ്പ് രക്തം ഇയാളുടേതായിരുന്നു. കൊലയാളി നിലവറയിൽ വെച്ച് തന്നെ ഇയാളെ മാരകമായി മുറിവേൽപ്പിച്ചിരുന്നു. എന്നിട്ട് ടൗൺ ഹാളിലേക്ക് കൊണ്ടുവന്ന് കൊലപാതകം പൂർത്തിയാക്കുകയായിരുന്നു. വിശ്വനാഥ മേനോന്റെ മടിയിൽ ചോരയിൽ കുളിച്ച ഒരു പഴയ തുകൽ ഡയറി ഉണ്ടായിരുന്നു. സഞ്ജയ് ആ ഡയറി കയ്യിലെടുക്കാൻ ഒരുങ്ങിയപ്പോൾ അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ക്ലോക്കിന്റെ വലിയ ഗിയറിന്റെ മധ്യഭാഗത്തായി വിശ്വനാഥ മേനോന്റെ കൈകളിൽ നിന്ന് ഊർന്നുപോയ നിലയിൽ ഒരു സ്വർണ്ണ മോതിരം കിടക്കുന്നു. മോതിരത്തിൽ ഒരു ചെറിയ രഹസ്യ അറ ഉണ്ടെന്ന് സഞ്ജയ് തിരിച്ചറിഞ്ഞു. സഞ്ജയ് ഡയറി തുറന്നു. ആദ്യ പേജിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു, ഞാൻ സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള പേജുകൾ ചില പേരുകളും തീയതികളും വലിയ തുകകളുടെ കണക്കുകളും കൊണ്ട് നിറഞ്ഞിരുന്നു. എല്ലാം ബാങ്കുമായി ബന്ധപ്പെട്ട രഹസ്യ ഇടപാടുകൾ. അവസാന പേജിൽ മഷി ഉണങ്ങാത്ത ഒരു കുറിപ്പ്. വിശ്വനാഥ മേനോൻ മരണത്തിന് തൊട്ടുമുമ്പ് എഴുതിയത്. എന്റെ തെറ്റുകൾക്ക് വിലയായി അവൻ എന്റെ നീതി ആവശ്യപ്പെട്ടു. നിലവറയിലെ രഹസ്യം അവൻ കണ്ടെത്തി. ക്ലോക്കിലെ ശബ്ദം അടങ്ങുമ്പോൾ സത്യം പുറത്തുവരും. താക്കോൽ പഴയ ഓർമ്മകളിലാണ്. നീതി എന്ന വാക്ക് പ്രത്യേകം അടിവരയിട്ട് എഴുതിയിരുന്നു. സഞ്ജയ് മരണശേഷം എഴുതിയ ആ കുറിപ്പ് വായിച്ചു ഞെട്ടി. അപ്പോൾ കൊലയാളി കവർച്ചക്കാരനല്ല, പ്രതികാരം ചെയ്യാൻ വന്ന ഒരാളാണ്. മാത്രമല്ല, ബാങ്ക് മാനേജർ വിശ്വനാഥ മേനോനും ഈ രഹസ്യത്തിൽ പങ്കാളിയാണ്. അയാൾ ക്ലോക്കിന്റെ വലിയ ഡയലിലേക്ക് നോക്കി. സമയം പാദം 4 AM. ക്ലോക്ക് നിശ്ചലമാണ്. സഞ്ജയ് മെല്ലെ മോതിരം എടുത്ത് രഹസ്യ അറ തുറന്നു. ഉള്ളിൽ ഒരു ചെറിയ ചിപ്പ് മാത്രം. വിശ്വനാഥ മേനോന്റെ മരണമാണ് നിലവറയിലെ കളിക്ക് പിന്നിൽ, സഞ്ജയ് നിഗമനം ചെയ്തു. അയാൾ ബാങ്കിലെ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്നു. കൊലയാളിക്ക് വേണ്ടത് പണമല്ല, ആ രഹസ്യങ്ങളാണ്. നീതി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഈ കൊലപാതകം ഒരു നീതിയുടെ ഭാഗമാണ് എന്ന് കളിക്കാരൻ വിശ്വസിക്കുന്നു. എന്നാൽ ഈ ചിപ്പിൽ എന്തായിരിക്കും? പ്രസാദ് ചോദിച്ചു. സഞ്ജയ് മോതിരം കയ്യിലെടുത്തു. ചിപ്പിലെ ഡാറ്റ പരിശോധിക്കാൻ ടീമിനെ ഏൽപ്പിച്ചു. നമ്മൾ ഇനി അന്വേഷിക്കേണ്ടത് ആരാണ് ഈ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്നാണ്. അയാളുടെ യഥാർത്ഥ ലക്ഷ്യം ഈ ചിപ്പല്ല, ഇതിലുള്ള രഹസ്യമാണ്. അടുത്ത സൂചന ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട ഒന്നായിരിക്കണം, സഞ്ജയ് പറഞ്ഞു. അയാൾ ക്ലോക്ക് ടവറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി. നിശ്ചലമായ സിറ്റി.
എങ്കിലും എവിടെയോ ആ നിഗൂഢനായ കളിക്കാരൻ അടുത്ത നീക്കത്തിനായി കാത്തിരിക്കുന്നുണ്ടാകും. വിശ്വനാഥ മേനോന്റെ ഡയറിയിലെ രഹസ്യങ്ങൾ എന്താണ്? പഴയ ഓർമ്മകൾ എന്നതുകൊണ്ട് അയാൾ ഉദ്ദേശിച്ചത് എന്ത്? ടൗൺ ഹാളിലെ കൊലപാതകം സിറ്റിയിൽ ഞെട്ടലുണ്ടാക്കി. സഞ്ജയുടെ ടീം വിശ്വനാഥ മേനോന്റെ മടിയിൽ നിന്ന് കിട്ടിയ ചിപ്പ് പരിശോധിച്ചു. അതിലുണ്ടായിരുന്നത് എൻക്രിപ്റ്റ് ചെയ്ത ഒരു ഡാറ്റ ഫയലാണ്, ഒരു ഡിജിറ്റൽ ലോക്കർ. അത് തുറക്കാൻ ഒരു പാസ്വേഡ് ആവശ്യമായിരുന്നു. സഞ്ജയ് നിലവറയിലെയും ടൗൺ ഹാളിലെയും സൂചനകൾ വീണ്ടും വിലയിരുത്തി. 1. നിലവറ കവർച്ചയില്ല, മരണം. രക്തം കൊണ്ട് വരച്ച ചിരിയും തുറന്ന കണ്ണിന്റെ ചിഹ്നവും. 2. ടൗൺ ഹാൾ, വിശ്വനാഥ മേനോന്റെ മരണം, നീതി എന്ന വാക്ക്, ഡയറി ചിപ്പ്. 3. അവസാന കുറിപ്പ്, ക്ലോക്കിലെ ശബ്ദം അടങ്ങുമ്പോൾ സത്യം പുറത്തുവരും. താക്കോൽ പഴയ ഓർമ്മകളിലാണ്. പഴയ ഓർമ്മകൾ, സഞ്ജയ് മന്ത്രിച്ചു. ഇത് ബാങ്കിന്റെ രഹസ്യ ഇടപാടുകളുമായി ബന്ധപ്പെട്ട പ്രതികാരമാണെങ്കിൽ ആ രഹസ്യ ഇടപാടുകൾക്ക് ഒരു തുടക്കം ഉണ്ടാകുമല്ലോ. വിശ്വനാഥ മേനോന്റെ ഡയറിയിലെ പേരുകളും തീയതികളും സഞ്ജയ് വീണ്ടും പരിശോധിച്ചു. അതിൽ ആവർത്തിച്ചുവന്ന ഒരു തീയതിയുണ്ടായിരുന്നു, ജനുവരി 18, 2012. ഈ തീയതിക്ക് നേരെ പ്രോജക്ട് ഫിനിക്സ് എന്നും എഴുതിയിരുന്നു. കൂടാതെ ഡയറിയിൽ വീണ്ടും കണ്ട ഒരു പേര്, ഡോ. ഹരീഷ് വാസുദേവ്. ബാങ്കുമായി സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്ന ഒരു പ്രമുഖ വ്യവസായിയുടെ പേരായിരുന്നു അത്. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി ഇയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഈ പ്രോജക്ട് ഫിനിക്സാണ് പഴയ ഓർമ്മകൾക്ക് പിന്നിലെ രഹസ്യം, സഞ്ജയ് ഉറപ്പിച്ചു. ഈ ഹരീഷ് വാസുദേവ് ആരാണെന്ന് കണ്ടെത്തണം. അയാളുടെ ഇപ്പോഴത്തെ വാസസ്ഥലം. പെട്ടെന്ന് ഫോറൻസിക് ടീം ലീഡ് പ്രസാദിനെ വിളിച്ചു. പ്രസാദ് വിശ്വനാഥ മേനോന്റെ രക്തം പരിശോധിച്ചതിൽ ഒരു അസാധാരണ കാര്യം കണ്ടെത്തി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉയർന്ന അളവിൽ ട്രേസ് അയോണുകൾ ഉണ്ട്. അതായത് അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ച് രക്തം വാർത്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജീവൻ പോയ ശേഷവും രക്തം ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോകാനായി എന്തോ രാസവസ്തു ഉപയോഗിച്ചിരിക്കുന്നു. നിലവറയിലെ ഭിത്തിയിൽ രക്തം തേച്ചതും പിന്നീട് ഡയറിയും മറ്റും ചോരയിൽ കുതിർന്നതും യാദൃച്ഛികമല്ല, ഇത് ഒരു കലാസൃഷ്ടി പോലെ ആസൂത്രണം ചെയ്തതാണ്. കൊലയാളി ഇരയുടെ രക്തം ഉപയോഗിച്ച് ഒരു ചിത്രം വരച്ചു, സഞ്ജയ് പറഞ്ഞു. അയാൾക്ക് ഡോക്ടർമാരുടേതിന് സമാനമായ അറിവുണ്ട്. മാത്രമല്ല അയാൾക്ക് കലാപരമായ ഒരു താൽപര്യവുമുണ്ട്. സഞ്ജയ് ഉടൻ തന്നെ ഫിനിക്സ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ബാങ്കിലെ രേഖകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകി. അപ്പോഴാണ് വിശ്വനാഥ മേനോന്റെ ഭാര്യ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചത്. ഭർത്താവിനെ കാണാനില്ലെന്ന് പരാതി നൽകാനാണ് അവർ വിളിച്ചത്. അവർ വിശ്വനാഥ മേനോന്റെ അവസാനത്തെ നീക്കങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം സിറ്റി വിട്ടുപോയെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ പോകുന്നതിനു മുമ്പ് അദ്ദേഹം വളരെ പഴയ ഒരിടത്തേക്ക് പോയിരുന്നു. അതെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പഴയ ക്ലബ്ബ് ഹൗസ് എന്ന് മാത്രം പറഞ്ഞു. സഞ്ജയുടെ മനസ്സ് ഉടൻ നിലവറയിലെ ആദ്യത്തെ സൂചനയിലേക്ക് പോയി. ഒരു ക്ലബ്ബ് ചിഹ്നം, നിഴലെ കളിയിലെ ഒരു ചിഹ്നം ഓർമ്മിപ്പിച്ചു. ഇവിടെ പുതിയ ചിഹ്നം, തുറന്ന കണ്ണ്. ഇത് ഒരു ക്ലബിന്റെയോ രഹസ്യ സംഘത്തിന്റെയോ ചിഹ്നമായിരിക്കാം. ആ ക്ലബ്ബ് ഹൗസ് എവിടെയാണ്? സഞ്ജയ് ചോദിച്ചു. അത് നഗരത്തിന് പുറത്തുള്ള വിശാഖം എസ്റ്റേറ്റിന്റെ അടുത്താണ്. ഞങ്ങൾ കുറച്ചു വർഷങ്ങളായി അങ്ങോട്ട് പോയിട്ടില്ല. അദ്ദേഹം ഇന്ന് രാവിലെ എന്തിനാണ് അങ്ങോട്ട് പോയതെന്ന് അറിയില്ല. പഴയ ഓർമ്മകൾ, ക്ലബ്ബ് ഹൗസ്, പ്രോജക്ട് ഫിനിക്സ്, ഇവയെല്ലാം ഒരിടത്തേക്ക് വിരൽ ചൂണ്ടുന്നു. വിശാഖം എസ്റ്റേറ്റിനടുത്തുള്ള ആ പഴയ ക്ലബ്ബ് ഹൗസിലേക്ക് സഞ്ജയ് ഉടൻ ജീപ്പിലേക്ക് കയറി. വിശ്വനാഥ മേനോൻ അവസാനമായി കണ്ട ഈ ക്ലബ്ബ് ഹൗസാണ് അടുത്ത ലക്ഷ്യം. ഇയാളുടെ ഡയറിയിലെ പാസ്വേർഡോ അല്ലെങ്കിൽ ചിപ്പിലെ ഡാറ്റയോ അവിടെ ഉണ്ടാകാം. പ്രസാദ്, നീ ഫോറൻസിക് വിവരങ്ങൾ വെച്ച് ഡോ. ഹരീഷ് വാസുദേവിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ച് ക്ലബ്ബ് ഹൗസിലേക്ക് പുറപ്പെടുക. ഞാൻ നേരിട്ട് അങ്ങോട്ട് പോകുന്നു. നഗരം ഉറങ്ങിക്കിടക്കുമ്പോൾ സഞ്ജയ് മേനോന്റെ ജീപ്പ് ഇരുണ്ട റോഡിലൂടെ പഴയ ഓർമ്മകളുടെ രഹസ്യം തേടി കുതിച്ചു. വിശാഖം എസ്റ്റേറ്റിനടുത്തുള്ള ആ ക്ലബ്ബ് ഹൗസിൽ സഞ്ജയെ കാത്തിരിക്കുന്നത് ഈ കൊലപാതക പരമ്പരയിലെ പുതിയ ഇരയായിരിക്കുമോ, അതോ അടുത്ത സൂചനയോ? നഗരത്തിരക്കുകളിൽ നിന്ന് അകലെ തണുത്ത കാറ്റ് വീശുന്ന വിശാഖം എസ്റ്റേറ്റിലെ വിജനമായ വഴിയിലൂടെ സഞ്ജയുടെ ജീപ്പ് കുതിച്ചു.
ക്ലബ്ബ് ഹൌസ് എത്തിച്ചേരാനുള്ള വഴി വർഷങ്ങളായി ഉപയോഗിക്കാത്തതിനാൽ കുറ്റിക്കാടുകൾ വളർന്നു മറഞ്ഞിരുന്നു. അവിടെ കുന്നിൻ മുകളിലായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ തടിവീട്. അതാണ് പഴയ ക്ലബ്ബ് ഹൌസ്. സഞ്ജയ് ജീപ്പ് നിർത്തി. കട്ടിയുള്ള മരച്ചില്ലകൾ നിലാവിനെ മറച്ചതിനാൽ ആ വീട് ഒരു കറുത്ത കൂടാരം പോലെ തോന്നിപ്പിച്ചു. മുൻവശത്തെ വാതിലിൽ തുരുമ്പെടുത്ത ഒരു പഴയ ബോർഡ് തൂങ്ങിക്കിടക്കുന്നു, ദി ഫീനിക്സ് ക്ലബ്ബ്. പ്രോജക്ട് ഫിനിക്സ് എന്ന ഡയറിയിലെ വാക്കും ഫീനിക്സ് ക്ലബ്ബും തമ്മിലുള്ള ബന്ധം സഞ്ജയ്ക്ക് വ്യക്തമായി. ഇത് വെറുമൊരു ക്ലബ്ബ് ഹൌസല്ല, ഒരു രഹസ്യ കൂട്ടായ്മയുടെ കേന്ദ്രമായിരുന്നു. സഞ്ജയ് മുൻവാതിലിൽ തട്ടി. താക്കോലിന്റെ ആവശ്യമില്ല, വാതിൽ തനിയെ തുറന്നു. അകത്ത് പൊടിപടലങ്ങൾ നിറഞ്ഞ കാലഹരണപ്പെട്ട ഒരു വലിയ ഹാൾ. ഭിത്തികളിൽ പഴയതും മങ്ങിപ്പോയതുമായ ചിത്രങ്ങൾ. എല്ലാം ഈ ഫീനിക്സ് ക്ലബ്ബിലെ അംഗങ്ങളുടേതായിരുന്നു. സഞ്ജയ് ഒരു ചിത്രം ശ്രദ്ധിച്ചു. വിശ്വനാഥ മേനോൻ ചിരിക്കുന്ന മുഖത്തോടെ മറ്റു 4 പേർക്കൊപ്പം നിൽക്കുന്നു. ആ 4 പേർ ആരാണെന്ന് സഞ്ജയ്ക്ക് അറിയേണ്ടതുണ്ടായിരുന്നു. മുറിയുടെ മൂലയിലായി വലിയ തീയിടുന്ന അടുപ്പിനു മുന്നിൽ ഒരു കസേര. അതിൽ പുതിയതായി വെച്ച ഒരു ചുവന്ന റോസ് പൂവ്. ഈ നിമിഷം വരെ കൊലയാളി ഈ ക്ലബ്ബ് ഹൌസിൽ ഉണ്ടായിരുന്നു എന്ന് സഞ്ജയ് മനസ്സിലാക്കി. റോസ് പൂവിനടുത്ത് നിലത്ത് ഒരു ചെറിയ തുണ്ട് കടലാസ്. സഞ്ജയ് അത് കയ്യിലെടുത്തു. അതിൽ ചിപ്പ് ലോക്കറിന്റെ പാസ്വേഡ് എഴുതിയിരിക്കുന്നു. വെറും 4 അക്കങ്ങൾ, 1812. ജനുവരി 18, 2012. ഡയറിയിലെ അതേ തീയതി. സഞ്ജയ് അത്ഭുതപ്പെട്ടു. അവൻ ഉടൻ തന്നെ പ്രസാദിനെ വിളിച്ച് പാസ്വേഡ് നൽകാൻ ആവശ്യപ്പെട്ടു. പെട്ടെന്നാകട്ടെ, പ്രസാദ്, ചിപ്പിലെ ഡാറ്റ നമുക്ക് ലഭിക്കണം. ഞാൻ ഇവിടെ ക്ലബ്ബ് ഹൌസിലെ മറ്റു മുറികൾ പരിശോധിക്കുകയാണ്. സഞ്ജയ് മുകളിലത്തെ നിലയിലേക്ക് പോയി. അവിടെ ഒരു ചെറിയ ലൈബ്രറി മുറി. അലമാരകളിൽ ധനകാര്യവും നിയമവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ. അവിടെ ഭിത്തിയിലെ ഒരു വലിയ മാപ്പിൽ സഞ്ജയുടെ കണ്ണ് ഉടക്കി. അത് സിറ്റിയുടെ പ്രധാന ബിസിനസ് ഏരിയയുടെ ഒരു പഴയ മാപ്പായിരുന്നു. മാപ്പിൽ 4 സ്ഥലങ്ങൾ ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. 1 ഗോൾഡൻ ട്രസ്റ്റ് ബാങ്ക്, 2 ടൗൺ ഹാൾ ക്ലോക്ക് ടവർ, 3 ഒരു പഴയ ലൈബ്രറി, 4 ഒരു ശവകുടീരം. 4 അടയാളങ്ങൾ, 4 ഇരകൾ. സഞ്ജയ് ഉറപ്പിച്ചു. ഈ ക്ലബിലെ പ്രധാന അംഗങ്ങൾ 5 പേരാണ്. വിശ്വനാഥ മേനോൻ ഒന്നാമൻ. ഇനിയും 3 പേർ ഈ കൊലയാളിയുടെ ലക്ഷ്യമാണ്. അപ്പോഴാണ് പ്രസാദിന്റെ കോൾ വന്നത്. ശബ്ദത്തിൽ ഞെട്ടലുണ്ടായിരുന്നു. സാർ, ലോക്കർ തുറന്നു. അത് ഒരു വീഡിയോ ഫയലാണ്. പക്ഷേ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ പേടിയായി. എന്താണത്? സഞ്ജയ് ആകാംക്ഷയോടെ ചോദിച്ചു. സാർ, ഇത് ബാങ്കിലെ വലിയൊരു തട്ടിപ്പിന്റെ തെളിവുകളാണ്. 2012-ൽ ഒരു വലിയ ഇൻഷുറൻസ് തുക കൈക്കലാക്കാൻ വേണ്ടി ഈ ഫീനിക്സ് ക്ലബ്ബ് അംഗങ്ങൾ ചേർന്ന് പ്രോജക്ട് ഫിനിക്സ് എന്ന പേരിൽ ഒരു കെട്ടിടത്തിന് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനിടെ അതിൽ ഒരാൾ മരിച്ചുപോയി. ഡോ. ഹരീഷ് വാസുദേവ്. സഞ്ജയ് ഞെട്ടിപ്പോയി. ഡോ. ഹരീഷ് വാസുദേവിന്റെ പേര് വീണ്ടും. വീഡിയോയിൽ ബാങ്ക് മാനേജർ വിശ്വനാഥ മേനോൻ കുറ്റം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിലും ഭീകരമായ ഒരു ദൃശ്യമുണ്ട്. സാർ, പ്രസാദിന്റെ ശബ്ദം ഇടറി. എന്താ പ്രസാദ്? ഡോ. ഹരീഷ് വാസുദേവ് മരിച്ചതാ സാർ. ഈ 5 പേരും ചേർന്ന് അയാളെ കൊലപ്പെടുത്തി തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി തീയിട്ട കെട്ടിടത്തിൽ ഉപേക്ഷിച്ചു. ഇത് വിശ്വനാഥ മേനോൻ സ്വന്തം കൈപ്പടയിൽ ചിത്രീകരിച്ച വീഡിയോയാണ്. സഞ്ജയുടെ തലയിൽ ഇടുത്തി വീണതുപോലെയായി. നീതി എന്ന വാക്ക് അയാൾ ഓർത്തു. അപ്പോൾ ഈ പ്രതികാരം ഹരീഷ് വാസുദേവിനു വേണ്ടിയാണ്. വീഡിയോയിൽ ബാക്കിയുള്ള 3 പേർ ആരാണെന്ന് വ്യക്തമാക്കുന്നുണ്ടോ? സഞ്ജയ് ചോദിച്ചു. ഉണ്ട് സാർ. ഇനിയും 3 പേർ ബാക്കിയുണ്ട്. സിറ്റിയിലെ പ്രമുഖ ഇൻഷുറൻസ് ഏജന്റ് ശ്യാം മോഹൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ രമേശ് നായർ, പിന്നെ സിറ്റി കൗൺസിലിലെ ഏറ്റവും വലിയ നേതാവായ ശ്രീ അലക്സാണ്ടർ മാത്യു. 5 പേർ. ഒരു ക്രിമിനൽ ഗൂഢാലോചന, ഒരു കൊലപാതകം. ഇതാണ് നിലവറയിലെ രഹസ്യം. സഞ്ജയ് മാപ്പിലെ അടയാളങ്ങളിലേക്ക് നോക്കി. 3ാമത്തെ ലക്ഷ്യം പഴയ ലൈബ്രറി.
പ്രസാദ്, ഉടൻ തന്നെ സിറ്റിയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ 3 പേർക്കും സുരക്ഷ ഉറപ്പാക്കാൻ പറയുക. ആ പഴയ ലൈബ്രറി എവിടെയാണെന്ന് കണ്ടെത്തുക. കൊലയാളി അവിടെ എത്തിയിട്ടുണ്ടാകും. ഞാൻ ലൈബ്രറിയിലേക്ക് പുറപ്പെടുന്നു. ഈ പ്രതികാര പരമ്പരയുടെ പിന്നിലെ യഥാർത്ഥ കൊലയാളി ആരാണ്? ഹരീഷ് വാസുദേവിന്റെ കൊലയ്ക്ക് പ്രതികാരം ചെയ്യുന്ന ഈ ന്യായാധിപൻ ആരെയാണ് അടുത്ത ലക്ഷ്യമാക്കുന്നത്? സഞ്ജയ് തന്റെ ടീമിന് നിർദ്ദേശങ്ങൾ നൽകി. ബാക്കി 3 ലക്ഷ്യങ്ങൾക്കും ശ്യാം മോഹൻ, രമേശ് നായർ, അലക്സാണ്ടർ മാത്യു കനത്ത സുരക്ഷ ഏർപ്പെടുത്തുക. കൊലയാളിയുടെ അടുത്ത ലക്ഷ്യം പഴയ ലൈബ്രറി ആണെന്ന് മാപ്പ് വ്യക്തമാക്കിയെങ്കിലും ആ ലൈബ്രറി സിറ്റിയിലെ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ സമയമെടുത്തു. ഒടുവിൽ പ്രസാദ് ആ വിവരം കൈമാറി. സാർ, അത് ടൗൺ ഹാളിനടുത്ത് തന്നെയുള്ള സെന്റ് ജോർജ് മെമ്മോറിയൽ ലൈബ്രറി ആണ്. 2012-ൽ തീപിടുത്തമുണ്ടായ കെട്ടിടം ഇതാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു. സഞ്ജയ് ലൈബ്രറിയിലെത്തിയപ്പോൾ സമയം അതിരാവിലെ 5 മണി. ഇരുണ്ടതും പുരാതനവുമായ ഒരു വലിയ കെട്ടിടം. പ്രധാന കവാടം ഭദ്രമായി അടച്ചിരിക്കുന്നു. പുറത്ത് ഇൻഷുറൻസ് ഏജന്റ് ശ്യാം മോഹന്റെ കാർ നിർത്തിയിട്ടിരിക്കുന്നു. സുരക്ഷാ ടീം എവിടെ? സഞ്ജയ് അലറി. സാർ, ശ്യാം മോഹന്റെ വീട്ടിൽ ടീമിനെത്തി. പക്ഷേ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഈ കാർ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾ ഉടൻ അങ്ങോട്ട് വന്നു, പ്രസാദ് പരിഭ്രാന്തനായി പറഞ്ഞു. കൊലയാളി ശ്യാം മോഹനെ ട്രാക്ക് ചെയ്ത് ലൈബ്രറിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. സഞ്ജയ് ലോക്ക് തകർത്ത് അകത്തേക്ക് കയറി. പുസ്തകങ്ങളുടെ ഗന്ധം, നനഞ്ഞ മരത്തടികളുടെ മണം, നിശബ്ദത. അവർ ലൈബ്രറിയുടെ മധ്യഭാഗത്തേക്ക് നടന്നു. അവിടെ പഴയ കാലഘട്ടം എന്ന് അടയാളപ്പെടുത്തിയ ഒരു വലിയ പുസ്തക ഷെൽഫിന് മുന്നിൽ ഒരു കാഴ്ച. ഒരു കസേരയിൽ ശ്യാം മോഹൻ ഇരുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൈകാലുകൾ കസേരയിലേക്ക് കെട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു മുറിവുണ്ട്, വിശ്വനാഥ മേനോന്റേതിന് സമാനമായത്. മരണം സംഭവിച്ചിരിക്കുന്നു. കൊലപാതകം നടന്ന രീതിയാണ് സഞ്ജയ് ഞെട്ടിച്ചത്. ശ്യാം മോഹന്റെ ശരീരത്തിന് മുകളിൽ ഒരു വലിയ പഴയ ഗ്രന്ഥം തുറന്നു വെച്ചിരിക്കുന്നു. ഗ്രന്ഥത്തിന്റെ പേജ് രക്തത്തിൽ കുതിർന്നിരിക്കുന്നു. ഏറ്റവും ഭീകരമായത്, ശ്യാം മോഹന്റെ തുറന്ന കണ്ണുകളിലെ ഭയം ആയിരുന്നില്ല. ആ കണ്ണുകൾക്ക് മുകളിൽ കറുത്ത മഷികൊണ്ട് ഒരു കണ്ണീർത്തുള്ളി വരച്ചിരിക്കുന്നു. ഇത് വിശ്വനാഥ മേനോന്റെ കൊലപാതകത്തെക്കാൾ ഭീകരമാണ്. ഇത് ഒരു അവഹേളനമാണ്, സഞ്ജയ് പറഞ്ഞു. ശ്യാം മോഹന്റെ മടിയിൽ ഒരു കുറിപ്പ് വെച്ചിരുന്നു. സഞ്ജയ് അത് കയ്യിലെടുത്തു. കള്ളസാക്ഷ്യം നൽകി നീ മറച്ചുവെച്ച സത്യം ഈ പുസ്തകത്തിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ കണ്ണീർ പോലും കള്ളമാണ്. അടുത്ത ലക്ഷ്യം നിന്റെ സംസാരശേഷി. സംസാരശേഷി എന്ന വാക്ക് സഞ്ജയെ അടുത്ത ഇരയിലേക്ക് നയിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടർ രമേശ് നായർ. കോടതിയിൽ സംസാരിക്കുന്നതിലൂടെയാണ് രമേശ് അറിയപ്പെടുന്നത്. സഞ്ജയ് രക്തം പുരണ്ട ഗ്രന്ഥം ശ്രദ്ധിച്ചു. അത് ലൈബ്രറിയിലെ ഏറ്റവും പഴക്കം ചെന്ന നീതിന്യായ നിയമങ്ങളെക്കുറിച്ചുള്ള പുസ്തകമായിരുന്നു. ഗ്രന്ഥത്തിന്റെ പുറംചട്ടയിൽ ഒരു ചെറിയ തുകൽ സഞ്ചി ഒട്ടിച്ചിരിക്കുന്നു. സഞ്ചി തുറന്നു. അതിനുള്ളിൽ ഒരു ചെറിയ സ്ഫടിക നിർമ്മിത കണ്ണീർത്തുള്ളി. ലൈബ്രറിയിൽ കണ്ട കണ്ണീർത്തുള്ളിയുടെ യഥാർത്ഥ മാതൃക. ഈ കൊലയാളി താൻ ചെയ്യുന്ന കാര്യങ്ങളെ കലാപരമായും പ്രതീകാത്മകമായും സമീപിക്കുന്നു. സഞ്ജയ് ഗ്രന്ഥം മുഴുവൻ മറിച്ചുനോക്കി. രക്തം പുരണ്ട പേജിൽ ഒരു ഭാഗം അടിവരയിട്ടിരിക്കുന്നു. നിയമം ഒരു കളിപ്പാട്ടമല്ല. സത്യം മറച്ചുവെക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കണം. അത് നിയമത്തിലൂടെ ലഭിച്ചില്ലെങ്കിൽ. ഇതിനു താഴെയായി മഷി കൊണ്ട് വരച്ച ഒരു ചിഹ്നം, ഒരു വലിയ ചോദ്യചിഹ്നം. കൊലയാളി രമേശ് നായരുടെ വീട്ടിലേക്ക് പോകും. രമേശ് നായർ ഹരീഷ് വാസുദേവിന്റെ കൊലപാതകം മൂടിവെക്കാൻ കോടതിയിൽ കള്ളസാക്ഷ്യം നൽകിയിരിക്കണം, സഞ്ജയ് പറഞ്ഞു. പ്രസാദ്, സാർ, രമേശ് നായരുടെ വീട്ടിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരിടത്തും അനങ്ങാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം കാര്യമില്ല. കൊലയാളിക്ക് എവിടെയും കടന്നു ചെല്ലാൻ കഴിയും. അലാറമില്ലാതെ നിലവറ തുറന്നുപോലെ. നമുക്ക് രമേശ് നായരെ സംരക്ഷിക്കണം. ആ 3 പേരെയും ഒരുമിച്ചിരുത്തിയാൽ എളുപ്പമായിരിക്കും. സഞ്ജയ് ലൈബ്രറിയിലെ ഷെൽഫുകളിലെ മാപ്പുകൾ പരിശോധിച്ചു. രണ്ടാമത്തെ ഇരയെ കൊലപ്പെടുത്തിയ ശേഷം അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള സൂചന ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ടാകണം. പെട്ടെന്ന് ശ്യാം മോഹന്റെ മൃതദേഹത്തിന് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ ഷെൽഫിൽ സഞ്ജയുടെ കണ്ണ് ഉടക്കി. ആ ഷെൽഫിൽ ഒരു പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദി ഫീനിക്സ് അൺബൗണ്ട്. സഞ്ജയ് ആ പുസ്തകം കയ്യിലെടുത്തു. പഴയ തുകൽ കൊണ്ടുള്ള പുറംചട്ട അത് തുറന്നു.
പുസ്തകത്തിന്റെ താളുകൾ ഒട്ടിച്ചു ചേർത്ത നിലയിൽ. അതിനുള്ളിൽ ഒരു ചെറിയ ഇരുമ്പ് പെട്ടി. പെട്ടി തുറന്നു. അതിനുള്ളിൽ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. അത് വിശ്വനാഥ മേനോന്റെ മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ തുറന്ന കണ്ണിന്റെ ചിഹ്നമുള്ള ലോക്കറ്റിന് സമാനമായിരുന്നു. എന്നാൽ അതിൽ കൊത്തിവെച്ചത് IR എന്ന അക്ഷരങ്ങൾ. ഇൻസ്പെക്ടർ രമേശിനെ സൂചിപ്പിക്കാൻ സാധ്യതയില്ല. അതിനൊപ്പം ഒരു ചെറിയ കുറിപ്പും. നീതിക്ക് ശബ്ദമില്ലാത്തപ്പോൾ പ്രഭാതത്തിന്റെ ശബ്ദം കേൾക്കുക. അടുത്ത കൂടിക്കാഴ്ച. തീയുടെ സ്മാരകത്തിന് കീഴിൽ. പ്രഭാതത്തിന്റെ ശബ്ദം, തീയുടെ സ്മാരകം. രമേശ് നായർ അപകടത്തിലാണ്. തീയുടെ സ്മാരകം 2012 തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഒരിടമായിരിക്കണം, സഞ്ജയ് പറഞ്ഞു. സഞ്ജയ് ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി. രമേശ് നായരുടെ വീട്ടിലേക്ക് പോകുന്നു. പ്രസാദ്, നീ ഒരു ടീമുമായി തീയുടെ സ്മാരകം എവിടെയാണെന്ന് കണ്ടെത്തുക. ഇനി ഒട്ടും സമയമില്ല. രമേശ് നായരെ സംരക്ഷിക്കാൻ സഞ്ജയ്ക്ക് കഴിയുമോ? എന്താണ് പ്രഭാതത്തിന്റെ ശബ്ദം? സഞ്ജയ് ജീപ്പ് രമേശ് നായരുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ പ്രഭാതത്തിന്റെ നേരിയ വെളിച്ചം പരന്നു തുടങ്ങിയിരുന്നു. സമയം ഏകദേശം 6 മണി. രമേശ് നായരുടെ ആഡംബര വില്ലയ്ക്ക് ചുറ്റും പോലീസ് വലയം തീർത്തിട്ടുണ്ട്. എല്ലാം സുരക്ഷിതമാണോ? സഞ്ജയ് കമാൻഡിംഗ് ഓഫീസറോട് ചോദിച്ചു. സാർ, ഒരു ഈച്ച പോലും അകത്ത് കടന്നിട്ടില്ല. പ്രധാന വാതിലുകൾ, ജനലുകൾ എല്ലാം ലോക്ക് ചെയ്തിരിക്കുന്നു. രമേശ് നായർ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ സുരക്ഷിതനാണ്. സഞ്ജയ് സംശയം പ്രകടിപ്പിച്ചില്ല. കൊലയാളി നിലവറയിലും ലൈബ്രറിയിലും പ്രവേശിച്ചത് സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നാണ്. എന്റെ കൂടെ 2 പേർ മാത്രം അകത്തേക്ക് വരിക. മറ്റുള്ളവർ പുറത്ത് കാവൽ നിൽക്കട്ടെ, സഞ്ജയ് നിർദ്ദേശിച്ചു. രമേശ് നായരുടെ ബെഡ്റൂം തുറന്നപ്പോൾ അദ്ദേഹം ഭാര്യയ്ക്കൊപ്പം ഭയചകിതനായി കട്ടിലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സാർ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? രമേശ് നായർ പരിഭ്രമിച്ചു. ആദ്യം ഹരീഷ് വാസുദേവിനെ കൊന്നതിന്റെ സത്യം പറയുക. സഞ്ജയുടെ ശബ്ദം കനത്തു. രമേശ് നായർ തലകുനിച്ചു. ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. ഇൻഷുറൻസ് പണം തട്ടിയെടുക്കാനായിരുന്നു പദ്ധതി. പക്ഷേ ഹരീഷ് വാസുദേവ് പിന്മാറിയപ്പോൾ അവൻ എല്ലാം പുറത്തു പറയുമെന്ന് ഭയന്ന് ഞങ്ങൾ അത് ചെയ്തു. വിശ്വനാഥ മേനോനാണ് എല്ലാം റെക്കോർഡ് ചെയ്തത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഇപ്പോൾ പ്രതികാരം ചെയ്യുകയാണ്. അത് നിങ്ങളെ ഓരോരുത്തരെയും ഇല്ലാതാക്കുന്നു. നിങ്ങൾ ഈ വീട്ടിൽ ഒളിച്ചിരിക്കുന്നത് സുരക്ഷിതമല്ല. നിങ്ങളെ നിങ്ങളുടെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണം, സഞ്ജയ് പറഞ്ഞു. പെട്ടെന്ന് മുറിയിലെ വലിയ ഡിജിറ്റൽ ക്ലോക്കിൽ കൃത്യം 6:15 എന്ന സമയം തെളിഞ്ഞു. ക്ലോക്ക് ഒരു മുരൾച്ചയോടെ ഒരു പ്രത്യേക സംഗീതം പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഒരു പഴയ ക്ലാസിക്കൽ ട്യൂൺ. പ്രഭാതത്തിന്റെ ശബ്ദം. സഞ്ജയ് ഞെട്ടി. അതേ നിമിഷം ആ ശബ്ദം മറികടന്ന് പുറത്തുനിന്നു ഒരു കനത്ത അലാറം മുഴങ്ങി. പ്രധാന കവാടത്തിൽ എന്തോ കുഴപ്പം. കമാൻഡിംഗ് ഓഫീസർ പുറത്തേക്ക് ഓടി. സഞ്ജയ് ഉടൻ തന്നെ പുറത്തുള്ള ടീമിനെ വിളിച്ചു. പ്രധാന കവാടത്തിലെ സുരക്ഷാ വലയം ഭേദിക്കപ്പെട്ടു. കൊലയാളി അകത്ത് കടന്നിട്ടുണ്ട്. രമേശ് നായരെ ഉടൻ തന്നെ ബാക്ക് ഡോർ വഴി പുറത്തേക്ക് മാറ്റുക. സഞ്ജയ് രമേശ് നായരെ ബാത്റൂം വഴി താഴത്തെ നിലയിലേക്ക് കൊണ്ടുപോയി. ആ സമയം മുറ്റത്ത് നിന്ന് വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടു. പുകമറ വീടിന്റെ പരിസരം മുഴുവൻ നിറഞ്ഞു. ഗ്യാസ് ബോംബ്! കാഴ്ച മറയ്ക്കാൻ വേണ്ടി സഞ്ജയ് അലറി. അവർ പുറകുവശത്തെ കിച്ചൺ ഏരിയയിലെത്തി. അവിടെ ബാക്ക് ഡോറിനരികിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രമേശ് നായർക്കു വേണ്ടി ഒരു കസേര വെച്ചിരിക്കുന്നു. കസേരയ്ക്ക് മുകളിൽ ഒരു പുതിയ മൈക്ക് സ്ഥാപിച്ചിരിക്കുന്നു. ആ മൈക്കിന്റെ ഹെഡ് സഞ്ജയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഒരു ചെറിയ തീപ്പൊരി തിളങ്ങുന്നു. മാറി നിൽക്കുക. മൈക്കിൽ ബോംബുണ്ട്, സഞ്ജയ് ഉറക്കെ പറഞ്ഞു. പക്ഷേ അവർക്ക് പിന്നിൽ കിച്ചൺ കൗണ്ടറിന് മുകളിൽ ഒരു നിഴൽ ചലിച്ചു. ഒരു നീണ്ട കറുത്ത ഓവർകോട്ട് ധരിച്ച രൂപം. മുഖം പൂർണ്ണമായും ഒരു കറുത്ത മാസ്ക് കൊണ്ട് മറച്ചിരിക്കുന്നു. കൈകളിൽ സർജിക്കൽ ഗ്ലൗസ്. നിങ്ങൾക്ക് എന്നെ തടയാൻ കഴിയില്ല, ഇൻസ്പെക്ടർ സഞ്ജയ്. നീതിക്ക് ശബ്ദമില്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി സംസാരിക്കും, അയാൾ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. രമേശ് നായർ ഭയന്ന് പിന്നോട്ടു പോയപ്പോൾ കൊലയാളി കയ്യിലുണ്ടായിരുന്ന ചെറിയ ബ്ലേഡ് ഉപയോഗിച്ച് രമേശ് നായരുടെ കഴുത്തിലെ ഞരമ്പുകൾക്ക് നേരെ ആഞ്ഞു വീശി. നിർത്ത്! സഞ്ജയ് ഉടൻ തന്നെ തന്റെ തോക്ക് എടുത്ത് വെടിവെച്ചു. വെടിയുണ്ട കൊലയാളിയുടെ കൈയിലെ തോളിന് നേർക്ക് തുളച്ചുകയറി. ഒരു നേരിയ വേദനയോടെ
അയാൾ പുറകിലേക്ക് തിരിഞ്ഞു. അയാൾ എറിഞ്ഞ ഒരു പുക ബോംബ് താഴെ വീണു. കിച്ചൺ ഏരിയ പുകയിൽ മുങ്ങി. സഞ്ജയ് ചുമച്ചുകൊണ്ട് രമേശ് നായരുടെ അടുത്തേക്ക് കുതിച്ചു. പക്ഷേ രമേശ് നായരുടെ കഴുത്തിൽ നിന്ന് രക്തം ചീറ്റിയിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം അയാൾ മരിച്ചു വീണു. പുക അകന്നപ്പോൾ കൊലയാളി അവിടെ ഉണ്ടായിരുന്നില്ല. അവന്റെ മുറിവേറ്റ കൈയിൽ നിന്ന് രക്തം നിലത്ത് വീണിരുന്നു. കൊലപാതകം നടന്നിരിക്കുന്നു. മൂന്നാമത്തെ ഇരയും വീണു. സഞ്ജയ് രമേശ് നായരുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് ഒരു വസ്തു എടുത്തു. മൈക്കിന്റെ സ്റ്റാൻഡിൽ ഒട്ടിച്ചുവെച്ച ഒരു ചെറിയ മെറ്റാലിക് ഫീനിക്സ്, തീയിൽ നിന്ന് പറന്നുയരുന്ന പക്ഷി ചിഹ്നം. സഞ്ജയുടെ കണ്ണുകൾ നിലത്തെ രക്തക്കറയിലേക്ക് പോയി. കൊലയാളിക്ക് വെടിയേറ്റിട്ടുണ്ട്. അവൻ ദൂരേക്ക് പോയിട്ടുണ്ടാകില്ല. പ്രസാദ്, എല്ലാവരും ശ്രദ്ധിക്കുക. കൊലയാളിക്ക് വെടിയേറ്റിട്ടുണ്ട്. രക്തം പിന്തുടരുക. എല്ലാ റോഡുകളും സീൽ ചെയ്യുക. പ്രത്യേകിച്ച് തീയുടെ സ്മാരകം എവിടെയാണെന്ന് കണ്ടെത്തുക. അടുത്ത ലക്ഷ്യം അലക്സാണ്ടർ മാത്യു ആണ്. തീയുടെ സ്മാരകം എവിടെയായിരിക്കും? വെടിയേറ്റ കൊലയാളിയെ സഞ്ജയ്ക്ക് പിടിക്കാൻ കഴിയുമോ? രമേശ് നായരുടെ കൊലപാതകത്തിനു ശേഷം സഞ്ജയ് പോലീസ് സേനയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. കൊലയാളിക്ക് വെടിയേറ്റിട്ടുണ്ട്. അത് അവനെ കണ്ടെത്താനുള്ള ഏക അവസരമായിരുന്നു. പോലീസ് ടീം നിലത്തു വീണ രക്തത്തുള്ളികൾ പിന്തുടർന്ന് നഗരത്തിരക്കുകളിലേക്ക് നീങ്ങി. അതേസമയം പ്രസാദ് തീയുടെ സ്മാരകം കണ്ടെത്തി. സാർ, 2012 തീപിടിച്ച ആ കെട്ടിടം ഇതാണ്, സ്റ്റാർട്ടപ്പ് ഇൻകുബേഷൻ സെന്റർ. അത് പൂർണ്ണമായും കത്തിനശിച്ചു. പിന്നീട് സിറ്റി കൗൺസിൽ ആ സ്ഥലത്ത് ഒരു സ്മാരകം സ്ഥാപിച്ചു. ഒരു വലിയ ഫീനിക്സ് പക്ഷിയുടെ ശില്പമാണിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്, പ്രസാദ് അറിയിച്ചു. ഫീനിക്സ് ക്ലബ്ബ്, പ്രോജക്ട് ഫിനിക്സ്, ഫീനിക്സ് ശില്പം. ഇതാണ് കൊലയാളിയുടെ മാസ്റ്റർ പീസ് ആകാൻ പോകുന്നത്. അലക്സാണ്ടർ മാത്യു അവിടെ ഉണ്ടാകും. ഞാൻ ഉടൻ അങ്ങോട്ട് വരുന്നു, സഞ്ജയ് ഉത്തരവിട്ടു. അലക്സാണ്ടർ മാത്യു, സിറ്റി കൗൺസിലിലെ ഏറ്റവും വലിയ നേതാവ്. ഹരീഷ് വാസുദേവിന്റെ കൊലപാതക ഗൂഢാലോചനയിൽ ഇയാൾക്കായിരുന്നു പ്രധാന പങ്ക്. ഇപ്പോൾ അദ്ദേഹം സിറ്റി കൗൺസിൽ ബിൽഡിംഗിലെ സുരക്ഷിത മുറിയിൽ പോലീസ് വലയത്തിലായിരുന്നു. സഞ്ജയ് ഫീനിക്സ് ശില്പത്തിനരികിൽ എത്തിയപ്പോൾ പോലീസ് വാഹനങ്ങൾ ആ സ്ഥലം വളഞ്ഞിരുന്നു. നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള തിരക്കൊഴിഞ്ഞ ഒരു ചെറിയ പാർക്കിലായിരുന്നു ആ ശില്പം. ശില്പം തീയിൽ നിന്ന് പറന്നുയരുന്ന ഒരു പക്ഷിയുടെ രൂപത്തിൽ ചെറിയ തുകൽ കഷണങ്ങൾ കൊണ്ട് പൊതിഞ്ഞ നിലയിൽ കാണപ്പെട്ടു. ശില്പത്തിന് ചുറ്റും എന്തോ വയറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് സാർ. അതൊരു സ്ഫോടക വസ്തുവാണ്, ബോംബ് സ്ക്വാഡ് ലീഡ് പരിഭ്രാന്തനായി പറഞ്ഞു. അലക്സാണ്ടർ മാത്യുവിനെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള കെണിയാണ് ഇത്, സഞ്ജയ് പറഞ്ഞു. പെട്ടെന്ന് സഞ്ജയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത കോൾ വന്നു. അത് കൊലയാളി ആയിരുന്നു. നിങ്ങൾ എന്റെ അടുത്ത ലക്ഷ്യത്തിനടുത്ത് എത്തിയിരിക്കുന്നു, ഇൻസ്പെക്ടർ സഞ്ജയ്. ഞാൻ എന്റെ അവസാന നീക്കത്തിലാണ്. അലക്സാണ്ടർ മാത്യുവിനെ നിങ്ങൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഈ സ്മാരകം പൂർണ്ണമായും കത്തിനശിക്കും. ഹരീഷിന്റെ യഥാർത്ഥ ശവകുടീരം ഇതാണ്. ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വെടിയേറ്റിട്ടുണ്ട്. നിങ്ങളുടെ കളി അവസാനിച്ചു. നിങ്ങൾക്ക് വേണ്ടത് നീതിയാണ് എങ്കിൽ നിയമത്തിന്റെ മുന്നിൽ വന്ന് സംസാരിക്കുക, സഞ്ജയ് പ്രതികരിച്ചു. നീതി? നീതി തകർക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ് സഞ്ജയ്. 2012 അവൻ എന്റെ ഹരീഷിനെ കൊന്നു. അതിന് ഈ നഗരം മുഴുവൻ വില കൊടുക്കണം. എന്റെ കയ്യിലുള്ള പ്രധാന രഹസ്യം അലക്സാണ്ടർ മാത്യുവിനെ കൊല്ലുന്നതോടെ പുറത്തുവിടും. അവനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ 5 മിനിറ്റ്. കോൾ കട്ടായി. സഞ്ജയ് ഉടൻ തന്നെ അലക്സാണ്ടർ മാത്യുവിനെ സുരക്ഷിത മുറിയിൽ നിന്ന് പുറത്തിറക്കാൻ ഉത്തരവിട്ടു. ഒരു കവചവാഹനത്തിൽ കനത്ത സുരക്ഷയിൽ മാത്യുവിനെ പാർക്കിലേക്ക് കൊണ്ടുവന്നു. മാത്യു പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നെ കൊല്ലരുത്. എനിക്ക് ഹരീഷിന്റെ മരണത്തിൽ പങ്കില്ല. ഞാൻ വെറും സാക്ഷി മാത്രമായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, സഞ്ജയ് പറഞ്ഞു. സഞ്ജയ് തന്റെ ജീപ്പിൽ മൈക്ക് സെറ്റ് ചെയ്തു. കൊലയാളി, ഞങ്ങൾ അലക്സാണ്ടർ മാത്യുവിനെ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ കളിയിൽ പങ്കുചേരുകയാണ്. എവിടെയാണ് നിങ്ങൾ? വെടിയേറ്റ നിങ്ങളുടെ മുറിവ് എവിടെ? മൈക്കിനടുത്തുള്ള ഒരു തെരുവ് വിളക്ക് കമ്പിൽ നിന്ന് ഒരു ശബ്ദം വന്നു. അലക്സാണ്ടർ മാത്യു, നിന്റെ അന്ത്യം നിന്റെ സ്വന്തം കെണിയിൽ തന്നെ സംഭവിക്കണം. അതേസമയം ഫീനിക്സ് ശില്പത്തിന് ചുറ്റുമുള്ള പുക വർദ്ധിക്കാൻ തുടങ്ങി.
കൊലയാളി തെരുവ് വിളക്ക് കമ്പിയുടെ മുകളിൽ നേർത്തൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. സഞ്ജയ് തോക്ക് ചൂണ്ടി. കീഴടങ്ങുക. നിങ്ങൾ വളയപ്പെട്ടിരിക്കുന്നു. ഇല്ല. കൊലയാളി മുറിവേറ്റ കൈകൊണ്ട് ഒരു ചെറിയ റിമോട്ട് കൺട്രോൾ അമർത്തി. ശില്പത്തിന് മുകളിൽ കെട്ടിയിരുന്ന തുകൽ കഷണങ്ങൾ തീപിടിച്ചു. ശില്പത്തിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുത ഷോക്ക് കെണി പ്രവർത്തിച്ചു. തീ. എല്ലാവരും അകന്നു നിൽക്കുക, ബോംബ് സ്ക്വാഡ് അലറി. അലക്സാണ്ടർ മാത്യു ഭയന്ന് ഓടി നേരെ ശില്പത്തിന് അടുത്തേക്ക്. മാത്യു, അങ്ങോട്ട് പോകരുത്, സഞ്ജയ് അലറി. മാത്യുവിന് തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. ശില്പത്തിൽ സ്പർശിച്ച ഉടൻ ശക്തമായ വൈദ്യുത ഷോക്ക് അദ്ദേഹത്തിലൂടെ കടന്നുപോയി. മാത്യു നിമിഷങ്ങൾക്കകം നിലംപതിച്ചു. മരണം സംഭവിച്ചു. നാലാമത്തെ ഇരയും തീർന്നു. തെരുവ് വിളക്ക് കമ്പിയിൽ നിന്ന് കൊലയാളി ചാടിയിറങ്ങി. താഴെ വീണ അയാളുടെ മാസ്ക് അഴിഞ്ഞുപോയി. സഞ്ജയ് ആ മുഖം കണ്ടു. ഒരു സ്ത്രീയായിരുന്നു അത്. പ്രായമായ ഒരു സ്ത്രീ. അവരുടെ കണ്ണുകളിൽ ഭ്രാന്തമായ ഒരു തിളക്കം. കയ്യിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. നീ ആരാണ്? സഞ്ജയ് വിറയലോടെ ചോദിച്ചു. അവർ ചിരിച്ചു. ആ ചിരി നിലവറയിൽ കണ്ട രക്തം കൊണ്ടുള്ള ചിരിക്ക് സമാനമായിരുന്നു. ഞാൻ ആനി വാസുദേവ്, ഹരീഷിന്റെ ഭാര്യ. എന്റെ ഭർത്താവിന്റെ കൊലയാളികൾക്ക് വേണ്ടിയാണ് ഈ വിചാരണ ഞാൻ നടത്തിയത്. ഇനി എനിക്ക് വേണ്ടത് എന്റെ മകനാണ്. സഞ്ജയ് ഞെട്ടി. ഇത്രയും ബുദ്ധിപരവും ക്രൂരവുമായ പ്രതികാരത്തിന് പിന്നിൽ ഒരു ഭാര്യ. ആനി കഴുത്തിൽ കിടന്നിരുന്ന ലോക്കറ്റിലേക്ക് വിരൽ ചൂണ്ടി. തുറന്ന കണ്ണിന്റെ ചിഹ്നം. ഈ ലോക്കറ്റ് ഫിനിക്സ് ക്ലബിന്റെ ചിഹ്നമാണ്. അവർ ഞങ്ങളുടെ മകനെ, റോഹൻ വാസുദേവിനെ തട്ടിക്കൊണ്ടുപോയി. ഈ ലോക്കറ്റാണ് അവന്റെ അവസാന സൂചന. റോഹൻ എവിടെയാണെന്ന് ഈ ക്ലബ്ബ് അംഗങ്ങൾക്ക് അറിയാമായിരുന്നു. അവസാന ലക്ഷ്യം ശവകുടീരം. ഈ ക്ലബ്ബ് അംഗങ്ങളുടെ രഹസ്യ ശവകുടീരമാണ് അതെന്ന് സഞ്ജയ്ക്ക് തോന്നി. ഇപ്പോൾ എന്റെ നീതി പൂർത്തിയായി. എന്റെ രഹസ്യം എന്റെ മകനെയാണ്. സഞ്ജയ് അവരെ വളഞ്ഞപ്പോൾ ആനി വാസുദേവ് കൈയിലെ ബ്ലേഡ് എടുത്ത് സ്വന്തം കഴുത്തിന് നേരെ വീശി. സഞ്ജയ്ക്ക് അവളെ തടയാൻ കഴിഞ്ഞില്ല. കൊലപാതക പരമ്പര അവസാനിച്ചു. പക്ഷേ ഒരു രഹസ്യം ബാക്കിയായി. ആനി വാസുദേവിന്റെ മകൻ റോഹൻ വാസുദേവ് എവിടെയാണ്? ആനി വാസുദേവിന്റെ ആത്മഹത്യ 4 കൊലപാതകങ്ങളുടെ പരമ്പരയ്ക്ക് തിരശ്ശീലയിട്ടു. എന്നാൽ സഞ്ജയ്ക്ക് തൃപ്തിയായില്ല. നീതിക്ക് വേണ്ടിയുള്ള ഈ ഭ്രാന്തമായ കളിയുടെ പിന്നിൽ ഒരു അമ്മയുടെ അവസാന പ്രതീക്ഷയായ റോഹൻ വാസുദേവ് എന്ന രഹസ്യം ബാക്കിയായി. ആനി വാസുദേവിന്റെ കൈവശമുണ്ടായിരുന്ന ലോക്കറ്റ് ഒരു സൂചനയായിരുന്നു. തുറന്ന കണ്ണിന്റെ ചിഹ്നം പതിപ്പിച്ച ഫിനിക്സ് ക്ലബിന്റെ ഈ ലോക്കറ്റ് റോഹന്റെ അവസാന അടയാളമായിരുന്നു. സഞ്ജയ് ഉടൻ തന്നെ ടീമിന് ഉത്തരവ് നൽകി. സിറ്റിയിലെ എല്ലാ പഴയ ശവകുടീരങ്ങളും, പ്രത്യേകിച്ച് 2012 തീപിടിച്ച കെട്ടിടത്തിന് സമീപമുള്ളവയും ഫിനിക്സ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ സ്വകാര്യ ശ്മശാനങ്ങളും പരിശോധിക്കുക. പ്രസാദ് ആനി വാസുദേവിന്റെ ജീവിതരേഖകൾ പരിശോധിച്ചു. ഹരീഷ് വാസുദേവും ആനിയും സിറ്റിയിലെ ഒരു പുരാതന കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. അവർക്ക് ഒരു പൂർവികരുടെ ശ്മശാനം ഉണ്ടായിരുന്നു. സാർ, ശ്മശാനം കണ്ടെത്തി. അത് നഗരത്തിന് പുറത്ത് ഒരു ചെറിയ കുന്നിൻ മുകളിലുള്ള പഴയ ചാപ്പലിന്റെ അടുത്താണ്. വിശ്വനാഥ മേനോന്റെ ഡയറിയിലെ മാപ്പിൽ അടയാളപ്പെടുത്തിയ 4ാമത്തെ സ്ഥലമായ ശവകുടീരം ഇതായിരിക്കണം, പ്രസാദ് അറിയിച്ചു. സഞ്ജയ് ടീമുമായി ഉടൻ അങ്ങോട്ട് പുറപ്പെട്ടു. ചാപ്പലിനടുത്ത് എത്തിയപ്പോൾ സമയം 7:30 AM. വെളിച്ചം പരന്നു തുടങ്ങിയിരുന്നു. ചാപ്പലിന്റെ പിന്നിലായി മനോഹരമായി കൊത്തുപണികൾ ചെയ്ത ഒരു പഴയ കല്ല. അതിനു മുകളിൽ വാസുദേവ് ഫാമിലി എന്ന് കൊത്തിവച്ചിരുന്നു. കല്ലറയുടെ വാതിൽ തുറന്നിരിക്കുന്നു. കൊലയാളി ഇതിനകം ഇവിടെ എത്തിയിട്ടുണ്ട്. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കല്ലറയുടെ ഉൾഭാഗം പൂർണ്ണമായും ശൂന്യമായിരുന്നു. മൃതദേഹങ്ങളോ ഭൗതികാവശിഷ്ടങ്ങളോ ഉണ്ടായിരുന്നില്ല. ആനി വാസുദേവ് ഇവിടെ എന്തോ തിരഞ്ഞിരുന്നു. കല്ലറയുടെ ഭിത്തിയിൽ നിലവറയിൽ കണ്ടതിന് സമാനമായ ഒരു ചെറിയ ലിഖിതം. അവൻ മരിച്ചിട്ടില്ല, എന്റെ നീതി പൂർത്തിയായി. എന്റെ മകനെ ഞാൻ രക്ഷിക്കും. ഈ വാചകങ്ങൾ ആനി വാസുദേവിന്റേതായിരുന്നില്ല, വേറെ ആരോ എഴുതിയതാണ്. സഞ്ജയ് ഭിത്തിയിൽ ശക്തിയായി തട്ടി. ഒരു ഭാഗത്ത് പൊള്ളയായ ശബ്ദം കേട്ടു. അവർ ഭിത്തിയിലെ കല്ലുകൾ നീക്കി. അതിനുള്ളിൽ ഒരു ചെറിയ ഇരുമ്പ് പെട്ടി.
പെട്ടി തുറന്നു. അതിനുള്ളിൽ ആനി വാസുദേവിന്റെ മകൻ റോഹൻ വാസുദേവിന്റെ ജനന സർട്ടിഫിക്കറ്റ് കൂടാതെ കുട്ടികളുടെ കൈയക്ഷരത്തിലുള്ള ഒരു കത്ത്. കത്തിൽ എഴുതിയിരുന്നു, എന്റെ അച്ഛനെ അവർ കൊന്നു. അമ്മേ, എനിക്ക് പേടിയാണ്. എവിടെയാണ് എന്റെ പുതിയ വീട്? കത്തിന് താഴെ ഒരു കുറിപ്പ് കൂടി, ഇവനെ നിങ്ങൾ കണ്ടെത്തരുത്. ഞാൻ ഇവനെ സുരക്ഷിതനായി വളർത്തും. ഈ കത്ത് ആനി വാസുദേവിന്റെ കൈയക്ഷരമായിരുന്നില്ല. സഞ്ജയുടെ തലച്ചോറിൽ ചില കണക്കുകൂട്ടലുകൾ നടന്നു. ആനി വാസുദേവ് റോഹനെ തട്ടിക്കൊണ്ടുപോയെന്ന് ആരോപിച്ചു, പക്ഷേ ഈ കത്ത് പറയുന്നത് മറ്റൊന്നാണ്. റോഹനെ രക്ഷിച്ചത് വേറെ ആരോ ആണ്. പെട്ടെന്ന് സഞ്ജയ് ആനി വാസുദേവിന്റെ കൊലപാതക രീതി ഓർത്തു. 1. ബാങ്ക് മാനേജർ പണം. 2. ഇൻഷുറൻസ് ഏജന്റ് കള്ളസാക്ഷ്യം. 3. പ്രോസിക്യൂട്ടർ വാക്കുകൾ. 4. കൗൺസിലർ അധികാരം കെണി. എല്ലാ കൊലപാതകങ്ങളും ഫിനിക്സ് ക്ലബിലെ അംഗങ്ങളുടെ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടതായിരുന്നു. സഞ്ജയ് പ്രസാദിനെ വിളിച്ചു. പ്രസാദ്, ഹരീഷ് വാസുദേവിന്റെ കുടുംബാംഗങ്ങളെയും അടുത്ത സുഹൃത്തുക്കളെയും ഉടൻ പരിശോധിക്കുക. ആരാണ് റോഹൻ വാസുദേവിനെ രക്ഷിച്ചത്? കുറച്ച് മിനിറ്റുകൾക്കകം പ്രസാദിന്റെ മറുപടി വന്നു. സാർ, ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടി. ഡോ. ഹരീഷ് വാസുദേവിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അയാളുടെ പേര് വിവേക് വാസുദേവ്. അദ്ദേഹം ഒരു പഴയ സൈനിക ഉദ്യോഗസ്ഥനാണ്. അതിനുശേഷം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായി മാറി. സൈനിക പരിശീലനം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബോംബ് നിർമ്മിക്കാനുള്ള കഴിവ്, ശാസ്ത്രീയമായ കൊലപാതക രീതികൾ. എല്ലാ സൂചനകളും വിവേക് വാസുദേവിലേക്ക് വിരൽ ചൂണ്ടി. ആനി വാസുദേവ് കൊലയാളി അല്ലായിരുന്നു, സഞ്ജയ് മന്ത്രിച്ചു. അവൾ കളിയിലെ ഒരു കരു മാത്രമായിരുന്നു. അവളെ ഉപയോഗിച്ച് റോഹന്റെ സ്ഥലം അറിയാൻ വേണ്ടിയാണ് വിവേക് ഈ കൊലപാതക പരമ്പര നടത്തിയത്. ആനി വാസുദേവ് സ്വയം ആത്മഹത്യ ചെയ്തപ്പോൾ വിവേക് വാസുദേവിന്റെ കളി പൂർത്തിയായി. അവന്റെ സഹോദരന്റെ കൊലയാളികൾക്ക് ശിക്ഷ ലഭിച്ചു. ഇനി റോഹനെ സുരക്ഷിതമായി അവൻ കൂട്ടിക്കൊണ്ടുപോകാം. സഞ്ജയ് തന്റെ ജീപ്പിലേക്ക് കുതിച്ചു. വിവേക് വാസുദേവിന്റെ വീട്ടിലേക്ക്. അവിടെ വീടിന്റെ മുൻവാതിലിൽ ഒരു ചെറിയ സമ്മാനപ്പൊതി വെച്ചിരിക്കുന്നു. സഞ്ജയ് അത് തുറന്നു. അതിനുള്ളിൽ തുറന്ന കണ്ണിന്റെ ചിഹ്നമുള്ള ഒരു ലോക്കറ്റ് കൂടി. അതിനൊപ്പം ഒരു കുറിപ്പും. നീതി പൂർത്തിയായി. എന്റെ സഹോദരന്റെ മകനെ ഞാൻ രക്ഷിച്ചു. അടുത്ത ജീവിതം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങും. നിങ്ങൾ ഒരിക്കലും എന്നെ കണ്ടെത്തുകയില്ല. ഈ കളി ഇവിടെ അവസാനിക്കുന്നു. കത്തിന്റെ താഴെ ഒരു ഒപ്പ്, ഫീനിക്സ്. സഞ്ജയ് നിരാശയോടെ ലോക്കറ്റിലേക്ക് നോക്കി. പ്രതികാരം ചെയ്ത ഫീനിക്സ് പറന്നു. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറുടെ ബുദ്ധിയും ഒരു സൈനികന്റെ കൃത്യതയുമുള്ള വിവേക് വാസുദേവിനെ ഈ സിറ്റിയിലെ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് റോഹനുമായി രക്ഷപ്പെടാൻ കഴിഞ്ഞു. നിലവറയിലെ രഹസ്യം പുറത്തായി. നീതി നിയമത്തിന്റെ കൈകളിലല്ല, ഒരു അമ്മയുടെയും അമ്മാവന്റെയും പ്രതികാരത്തിന്റെയും സ്നേഹത്തിന്റെയും കൈകളിലാണ് പൂർത്തിയായത്. സഞ്ജയ് മെല്ലെ കത്ത് കീശയിലിട്ടു. പുറത്ത് സൂര്യൻ പൂർണ്ണമായും ഉദിച്ചു. ഒരു പുതിയ ദിവസത്തിന് തുടക്കമിട്ട് നഗരം ഉണർന്നു.